മറ്റു ചില റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ നോക്കാം. വീടാണോ പൂന്തോട്ടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കൊല്ലത്ത് കാറ്റ്സ് ക്ലൗ പൂക്കൾ പൂത്ത് വീട് മഞ്ഞലയിൽ മുങ്ങി ഇരിക്കുകയാണ്. നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ തൊട്ടരികിലാണ് നമ്മുടെ ഈ കൊല്ലം ജില്ല, അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. ആ പശ്ചിമഘട്ടത്തിൽ നിന്ന് കുറച്ച് ഒരു 50 അല്ലെങ്കിൽ ഒരു 60-70 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു തീരമേഖലയാണ് നമ്മുടെ കൊല്ലം മുണ്ടക്കൽ തില്ലേരി പ്രദേശം. ഇത് തീരപ്രദേശം കൂടിയാണ്. ആ തില്ലേരിയിലെ മനോഹരമായിട്ടുള്ള ഒരു പൂന്തോട്ടം, ഒരു വീട് തന്നെ ഒരു പൂന്തോട്ടവും പ്രകൃതിയുടെ അനുഗ്രഹീതമായ കാഴ്ചകളൊക്കെ ഉൾപ്പെട്ടതാണ് ജോസ്ഫിൻ കോട്ടേജ്. ഇവിടുത്തെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പൂക്കളും പച്ചപ്പും ജോമോന് പകരുന്നത് ഐശ്വര്യം മാത്രമല്ല, ജീവിതം കൂടിയാണ്. ഭാര്യയും 2 മക്കളും ജോമോൻ്റെ ഇടവും വലവും പൂക്കാലം തീർക്കുന്നു. വീടിന് മീതെ പൂച്ചവള്ളി എന്ന കാറ്റ്സ് ക്ലൗ ഓമനയായി വളർന്ന് പന്തലിച്ചെന്ന് മാത്രമല്ല, മഞ്ഞ പട്ടു വിരിച്ചു. ഇടയ്ക്കിടയ്ക്ക് പച്ചപ്പട്ടും ഡിസൈനായി കാണാം. വീടിന് പുറത്തും അകത്തും ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അക്വാടെറൈനും ഫിഷ് ടാങ്കും കണ്ണിന് മഴവിൽ അഴകായി. ഭയങ്കര സന്തോഷം. ഇപ്പം എന്തെങ്കിലും വിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാങ്കിൽ നോക്കി നിന്ന് ഈ ഫിഷിനെയൊക്കെ നോക്കി നിന്ന് ഒരു മനസ്സിനൊരു ഭയങ്കര ഇതാ. പിന്നെ എന്തുവാ, ഫ്ലവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര രസം, ഒന്നും പറയാനില്ല. ജോമോന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഒരേ ചിന്ത, തൻ്റെ പൂക്കളാകുന്ന കുടുംബങ്ങളെ ഇതിലും നന്നായി എങ്ങനെ പരിപാലിക്കാം. ചെറുപ്പം മുതലേ, അതായത് ഒരു 60 വെച്ച കാലം മുതലേ, ഞാൻ കുഞ്ഞുനാൾ മുതലേ ഇതിനോട് ഭയങ്കര ക്രേസാണ്. ഈ ചെടികളും കിളികളും പെറ്റ്സിൻ്റെ മൊത്തം ഞാൻ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കൂടുതൽ എനിക്ക് ചെടികളോട് ഏറ്റവും കൂടുതൽ നേച്ചറുമായിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ചെടികളിലോട്ട് ഇറങ്ങിയത്. അത് കുഞ്ഞിലേ ഉള്ള ഒരു ഇഷ്ടമാണ്. അതാണ് ഈ കാണുന്നത്. ഇവിടെ ഏകദേശം ഒരു 7 വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഒരു 5 വർഷം കഴിഞ്ഞു ഇതെല്ലാം സെറ്റിങ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇത് വാങ്ങിയ വീടാണ്. 53 വർഷം പഴക്കമുള്ള ഒരു വീട്. ഒരു പാർട്ടിയുടെ ഞങ്ങൾ വാങ്ങി മൊത്തം ഞാൻ പണിഞ്ഞ് എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഞാനിത് റെഡിയാക്കി എടുത്തതാണ്. അതിൽ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ കാറ്റ്സ് ക്ലൗ തന്നെയാണ്. കാറ്റ്സ് ക്ലൗ പ്ലാന്റ് ആണ് ഞങ്ങളുടെ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ടെറാക്കോട്ടിലെ മണി പ്ലാന്റുകൾ ജോമോന് മണി നൽകുമെന്ന് പ്രതീക്ഷിക്കാം. പ്രകൃതി അങ്ങനെ കൈവെള്ളയിൽ ആർക്കും ഒതുങ്ങി കൊടുക്കില്ല. പക്ഷേ പ്രകൃതിക്ക് ജോമോനോടുള്ള പ്രണയത്തിൽ എല്ലാം സാധ്യം. പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക്, പൂക്കളെ ഇഷ്ടപ്പെടുന്നവർക്ക് അവരുടെ മനസ്സെപ്പോഴും ഒരു വൃന്ദാവൻ ഗാർഡനായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ഇതുപോലുള്ള പൂന്തോട്ടമാക്കി ഒരു വീടിനെ മാറ്റാൻ കഴിയും. കൊല്ലം മുണ്ടക്കൽ തില്ലേരിൽ നിന്ന് ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.